ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീരപ്പരിപ്പ് കറിയാണ്. അതിന് വേണ്ടി പരിപ്പ് ഇതാ വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. പിന്നെ ചീര ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഏത് ചീരയും യൂസ് ചെയ്യാം, ചുമലയാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ വേണം അരപ്പ് റെഡിയാക്കാൻ വേണ്ടി. ഒരു മിക്സി ജാറിലേക്ക് ഒരു കൈ പിടി അളവ് തേങ്ങ, അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, പെരുംജീരകമല്ല. അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇതിനകത്ത് ചേർക്കുക, 3 കുഞ്ഞുള്ളി. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റായിട്ട് അരയ്ക്കുക. ആ സമയം കൊണ്ട് ഇവിടെ നമ്മുടെ പരിപ്പ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഇത് ആ കൂടി എല്ലാം കൂടെ ഒരു 10 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന സവാള ഇതിനകത്ത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ചീരയും ആഡ് ചെയ്യുക. നമ്മൾ അരച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആ മിക്സി ജാറൊന്ന് കഴുകി അതിന് ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് ചാറ് എത്രമാത്രം വേണോ അതിനേറ്റ് നമ്മൾ വെള്ളം അളവ് ഒന്ന് യൂസ് ചെയ്യുക. ഇത് കറി ഒന്ന് ഇരുന്നിരുന്ന് അങ്ങ് കുറുകുമ്പോൾ നന്നായിട്ട് അങ്ങ് കുറുകി കിട്ടും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ തന്നെ ഒഴിച്ച് വയ്ക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള എരിവും ഉപ്പും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിനു വേണ്ടി നമുക്കിനി ഒരു താളിപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി അടുപ്പത്ത് ഒരു പാൻ വയ്ക്കുക. ഇപ്പോൾ ചട്ടി ചൂടായി, അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുക്, 2 അല്ലെങ്കിൽ 3 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, അതുപോലെ തന്നെ സവാളയും കൂടെ, ബാക്കി കുറച്ച് സവാളയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. സവാള അല്ല എങ്കിൽ കുഞ്ഞുള്ളി ആയിരുന്നാലും കുഴപ്പമില്ല. 2-3 കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇടുക. അങ്ങനെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചീരയും പരിപ്പും ചേർത്തുള്ള അടിപൊളി കറിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.